സിസ്റ്ററിനെ നമുക്ക് ശ്രമിക്കാം. May God bless you all. Welcome sister. God's presence is there. We can boldly share the word of God. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം ഈ രാത്രിയിലും മഹത്വപ്പെടുമാറാകട്ടെ. എന്നെ ഈ വേദിയിലേക്ക് ക്ഷണിച്ച കർത്താവിൻ്റെ ദാസി ഇന്ദുലേഖ, ഹല്ലേലൂയ, സ്തോത്രം. കർത്താവിൻ്റെ ദാസിക്കായി ഞാൻ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അപ്പോൾ തന്നെ എനിക്ക് വേണ്ടി ഇന്നത്തെ ഈ രാത്രിയിൽ ലോക സ്ഥാപനത്തിന് മുമ്പ് എന്നെ ഉപയോഗിക്കണമെന്ന് വിചാരിച്ച് എൻ്റെ സ്വർഗത്തെ ഓർത്ത് ഞാൻ നന്ദി പറയുന്നു. ഹല്ലേലൂയ. ഈ പ്ലാറ്റ്ഫോമിൽ എന്നോടൊപ്പമായിരിക്കുന്ന എൻ്റെ മാതാപിതാക്കൾ, എൻ്റെ സഹോദരങ്ങൾ, കുഞ്ഞുങ്ങൾ, ആ ചർച്ചുമായിട്ട് ബന്ധപ്പെട്ട എല്ലാവരും, അപ്പോൾ തന്നെ എൻ്റെ സ്നേഹിതർ, ബന്ധുക്കൾ, അല്ലെങ്കിൽ എന്നെ സ്നേഹിക്കുന്നവരൊക്കെ ഇതിനകത്ത് കയറി കാണും. അവർക്കെല്ലാം വേഗം വരുന്ന യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ വന്ദനം അറിയിക്കുന്നു. കർത്താവിൻ്റെ ദാസി ഇന്നലെ പറഞ്ഞപ്പം ഞാൻ പെട്ടെന്ന് അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ ശരിക്കും എൻ്റെ മീറ്റിങ്ങുകൾ, എൻ്റെ കാര്യങ്ങളെല്ലാം നോക്കിയപ്പോൾ ഒരു ടൈം കർത്താവും അത് ആഗ്രഹിച്ചതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ടാണ് ഇന്ന് എനിക്കിത് കയറാൻ കഴിഞ്ഞത്. എന്തായാലും ദൈവം നമ്മളെ എല്ലാവരെയും ഒരുപോലെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് ന്യായാധിപന്മാരുടെ പുസ്തകം 4-ാം അധ്യായം 14-ാമത്തെ വാക്യം. അപ്പോൾ ദെബോറ ബാരാക്കിനോട്, പുറപ്പെട്ടു ചെല്ലുക, യഹോവ ഇന്ന് സീസറെ നിന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു, യഹോവ നിനക്ക് മുമ്പായി പുറപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ ബാരാക്കും അവന്റെ പിന്നാലെ 10,000 പേരും താബോർ പർവ്വതത്തിൽ നിന്ന് ഇറങ്ങിച്ചെന്നു. ആമേൻ.
ഹല്ലേലൂയ, സ്തോത്രം. ഒന്നുകൂടെ നമുക്ക് വായിക്കാം. അപ്പോൾ ദെബോര ബാരാക്കിനോട്, പുറപ്പെട്ടു ചെല്ലുക, യഹോവ ഇന്ന് സീസറയെ നിന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു, യഹോവ നിനക്ക് മുമ്പായി പുറപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ ബാരാക്കും അവന്റെ പിന്നാലെ 10,000 പേരും താബോർ പർവ്വതത്തിൽ നിന്ന് ഇറങ്ങിച്ചെന്നു. ഹല്ലേലൂയ, സ്തോത്രം. കനാന്റെ ശക്തി കേന്ദ്രമായ ഹാസോരിലെ രാജാവായിരുന്നു യാബീൻ. സീസറായിരുന്നു തന്റെ സേനാപതി. തന്റെ വിശേഷപ്പെട്ട 900 യുദ്ധരഥങ്ങൾ കൊണ്ട് 20 വർഷം അവൻ ഇസ്രായേലിനെ തന്റെ ഭരണത്തിന് കീഴിൽ നിർത്തി. ഈ സമയത്ത് ദൈവം ഒരു പുരുഷനെയും ഏൽപ്പിച്ചില്ല. അതിനു പകരം ഒരു ബലഹീനമായ അല്ലെങ്കിൽ ഒരു ബലഹീന വിഭാഗത്തിൽ നിന്നും ഒരു സ്ത്രീയെ എഴുന്നേൽപ്പിച്ചു. ഹല്ലേലൂയ, സ്തോത്രം. എന്നാൽ സീസറുടെ സൈന്യത്തെ ആക്രമിക്കേണ്ടതിന് വടക്കോട്ട് പോകുവാൻ ബാരാക്കിനെ ചുമതലപ്പെടുത്തി. ദൈവം കൽപ്പിച്ചതുപോലെ ദെബോര മുൻകൈയെടുത്ത് ബാരാക്കിനെ വിളിക്കുകയും സീസറുമായി യുദ്ധം ചെയ്യുവാൻ കൽപ്പിക്കുകയും ചെയ്തു. എന്നാൽ എബ്രായ ലേഖനത്തിൽ 11-ാം അധ്യായം 32-ാം വാക്യത്തിൽ ശരിക്കും ദെബോരയല്ല ബാരാക്കിന്റെ വിശ്വാസത്തെക്കുറിച്ചാണ് പരാമർശിക്കുന്നത്. ആദ്യം അല്പം മടി കാണിച്ചെങ്കിലും വിശ്വാസത്താൽ അവൻ യഹോവയുടെ വാക്ക് അനുസരിക്കുകയും ഇസ്രായേലിനെ വിടുവിക്കുകയും ചെയ്തു. ഇവിടെ നാം മനസ്സിലാക്കണം, ഇസ്രായേലിനെ രക്ഷിക്കുവാൻ വേണ്ടിയുള്ള യുദ്ധത്തിന് ചുക്കാൻ പിടിക്കുവാൻ സർവശക്തനായ ദൈവം ബലഹീന വിഭാഗത്തിൽ നിന്നും ദെബോര എന്ന പ്രവാചകിയെ ദൈവം തെരഞ്ഞെടുത്തു. ഹല്ലേലൂയ, ദൈവത്തിന് മഹത്വം. ആമേൻ, സ്തോത്രം. അങ്ങനെയാണെങ്കിൽ ഈ മീറ്റിംഗിൽ പങ്കെടുക്കുന്ന ചില വ്യക്തികൾ, ഞാൻ ബലഹീനയാണ്, ഹല്ലേലൂയ, സ്തോത്രം, എന്നെ കൊണ്ടൊന്നും കഴിയത്തില്ല, എനിക്ക് വിദ്യാഭ്യാസമില്ല, എനിക്ക് കുടുംബ പാരമ്പര്യമില്ല എന്നിങ്ങനെയൊക്കെ മനസ്സ് മടിച്ചിരിക്കുന്ന ചിലരെ ശരിക്കും പറഞ്ഞാൽ ഈ ദിവസങ്ങളിൽ ഭാവിയിലും അവരുടെ പേര് അറിയപ്പെടത്തക്ക രീതിയിൽ ദൈവം ഉപയോഗിക്കാൻ പോവുകയാണ്. ഒരു ഹല്ലേലൂയ പറയാമോ നിങ്ങൾക്ക്? ആമേൻ, സ്തോത്രം. ഹല്ലേലൂയ, ദൈവത്തിന് മഹത്വം. സ്തോത്രം. ബലഹീനയായ ഒരു സ്ത്രീയെയാണ് ദൈവം എടുത്തതെങ്കിലും സ്തോത്രം, ശരിക്കും പറഞ്ഞാൽ ദെബോര എന്ന വാക്കിന്റെ അർത്ഥം തേനീച്ച എന്നാണ്. സ്തോത്രം, ഹല്ലേലൂയ. ധൈര്യത്തോടെ ദൈവശക്തി അങ്ങോട്ട് വ്യാപരിച്ചപ്പോൾ ബാരാക്കിനെ പറഞ്ഞയക്കാനുള്ള ഒരു അധികാരം സ്തോത്രം, ആ മൺകൂടാരത്തിൽ ആ അഭിഷേകം പകർന്ന കർത്താവ് സ്തോത്രം, നമ്മൾ പലപ്പോഴും ബലഹീനരാണെന്ന് നമ്മൾക്ക് തോന്നുമ്പോഴും നമ്മൾ ബലഹീനരാണ്, എന്നാൽ ബലഹീനതയില് ബലപ്പെടുത്തുന്ന ഒരു പരിശുദ്ധാത്മാവിന്റെ അത്യന്ത ശക്തി നമ്മുടെ അകത്തേക്ക് വരുമ്പോൾ പിന്നെ നമ്മൾ ബലഹീനരല്ല. സ്തോത്രം, ഹല്ലേലൂയ. ദൈവമായിരുന്നവൻ ദൈവമെന്ന ആ സമത്വം മുറുകെ പിടിക്കാതെ വേഷത്തിൽ മനുഷ്യനായി ദാസരൂപം എടുത്ത് തന്നെത്താൻ താഴ്ത്തി ക്രൂശ് മരണത്തോളം അനുസരണയുള്ളവനായി തീർന്ന ആ ദൈവം, ഹല്ലേലൂയ, സ്തോത്രം, ആ ദൈവത്തിന്റെ ശക്തി, ആ ദൈവത്തിന്റെ ആ ദൈവപുത്രനായിരുന്ന കർത്താവ് മനുഷ്യപുത്രനായി വന്നത്, സ്തോത്രം, ഹല്ലേലൂയ, മനുഷ്യപുത്രരായ നമ്മളെ ദൈവപുത്രരാക്കാനാണെങ്കിൽ ഇന്ന് പകൽക്കാലം നമ്മൾ ബലഹീനരാണെങ്കിലും ബലപ്പെടുത്തുന്ന ദൈവശക്തിയുടെ വ്യാപാരം നമ്മളിലേക്ക് വരുമ്പോൾ പിന്നെ നമ്മളല്ല സംസാരിക്കുന്നത്. ആരാണ്? കർത്താവായ യേശുക്രിസ്തുവിന്റെ പരിശുദ്ധാത്മാവിന്റെ അത്യന്ത ശക്തിയാണ് നമ്മളെ നയിക്കുന്നത്. ഹല്ലേലൂയ, ദൈവത്തിന് മഹത്വം. 1 കൊരിന്ത്യർ 1:27 പറയുന്ന കാര്യമുണ്ട്, അതൊന്ന് വായിക്കാം. 27 മുതൽ 27 പറയുന്നു, ജ്ഞാനികളെ ലജ്ജിപ്പിക്കാൻ ദൈവം ലോകത്തിൽ ഭോഷത്വമായത് തിരഞ്ഞെടുത്തു, ബലമുള്ളതിനെ ലജ്ജിപ്പിക്കാൻ ദൈവം ലോകത്തിൽ ബലഹീനമായത് തെരഞ്ഞെടുത്തു. നമ്മൾ പലപ്പോഴും ബലഹീനനാണെന്ന് നമ്മൾ വിചാരിക്കുമ്പോഴും നമ്മളെ ബലപ്പെടുത്തുന്ന ഒരു കർത്താവുണ്ട്. നമ്മൾ ശക്തിയില്ലാത്തവരാണ്, സ്തോത്രം, ഹല്ലേലൂയ, നമ്മൾ ഒരു തരത്തിലും നമ്മൾക്ക് കഴിവില്ല, ശക്തിയില്ല, പ്രാപ്തിയില്ല എന്ന് നമ്മൾ പറയുമ്പോഴും നമ്മളെ ബലപ്പെടുത്തുന്ന ഒരു കർത്താവ് ഉയരത്തിലുണ്ട്.
ഹല്ലേലൂയ. റീഖ ബാബ ശബ ബാബ വൈഡാരാര ആ ബാബ റീഖ ബാബ. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം. ആമേൻ. സ്തോത്രം. ഏതെങ്കിലും വിഷയത്തില് എനിക്ക് ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വെക്കുവാൻ കഴിയത്തില്ല, എനിക്ക് അതിനുള്ള ശക്തിയൊന്നുമില്ല കർത്താവെ, ഇതെങ്ങനെയാ മുന്നോട്ട് വെക്കുന്നത്, ഇതെങ്ങനെയാ ഞാൻ മുന്നോട്ട് ഒരു സ്റ്റെപ്പ് വെക്കുന്നതെന്ന് നിങ്ങൾ ആരെങ്കിലും അതേ ഭാരപ്പെടുകയാണെങ്കിൽ ഇന്ന് ഇന്ന് രാത്രികാലം നമ്മൾ ചിന്തിക്കണമേ. ദൈവം നമ്മളെ ബലപ്പെടുത്തുന്ന ഒരു കർത്താവാണ്. നമ്മൾ ചിന്തിക്കാത്ത ചില വഴികള് അതേ സ്തോത്രം. ഹല്ലേലൂയ. അതെ, മുമ്പേ ഞാൻ പറഞ്ഞതുപോലെ അതെ ബലമുള്ളതിനെ ലജ്ജിപ്പിക്കാൻ ദൈവം എന്താണ് ലോകത്തിൽ ബലഹീനമായത് തെരഞ്ഞെടുത്തു. ആമേൻ. സ്തോത്രം. ഉള്ളതിനെ ഇല്ലായ്മയാക്കുവാൻ എന്തോ ചെയ്തു ദൈവം? ലോകത്തിൽ കുലഹീനവും നികൃഷ്ടവുമായതും ഏതുമില്ലാത്തതുമായതിനെ തിരഞ്ഞെടുത്തു. അതേ സ്തോത്രം. ആ 31 വരെ ഒന്ന് വായിക്കാമോ? ജ്ഞാനികളെ ലജ്ജിപ്പിപ്പാൻ ദൈവം ലോകത്തിൽ ഭോഷത്വമായത് തിരഞ്ഞെടുത്തു. ബലമുള്ളതിനെ ലജ്ജിപ്പിപ്പാൻ ദൈവം ലോകത്തിൽ ബലഹീനമായത് തിരഞ്ഞെടുത്തു. ഉള്ളതിനെ ഇല്ലായ്മയാക്കുവാൻ ദൈവം ലോകത്തിൽ കുലഹീനവും നികൃഷ്ടമായതും ഏതുമില്ലാത്തതും തിരഞ്ഞെടുത്തു. ദൈവസന്നിധിയിൽ ഒരു ജഡവും പ്രശംസിക്കാതിരിക്കേണ്ടതിന് തന്നെ നിങ്ങളോ അവനാൽ ക്രിസ്തുയേശുവിൽ ഇരിക്കുന്നു. അവൻ നമുക്ക് ദൈവത്തിങ്കൽ നിന്ന് ജ്ഞാനവും നീതിയും ശുദ്ധീകരണവും വീണ്ടെടുപ്പുമായി തീർന്നു. പ്രശംസിക്കുന്നവൻ കർത്താവിൽ പ്രശംസിക്കട്ടെ എന്ന് എഴുതിയിരിക്കുന്നത് പോലെ കേട്ടതിന് തന്നെ. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. നിങ്ങളോ അവനാൽ ക്രിസ്തുയേശുവിൽ ഇരിക്കുന്നു. അവൻ നമുക്ക് ദൈവത്തിങ്കൽ നിന്ന് ജ്ഞാനവും നീതിയും ശുദ്ധീകരണവും വീണ്ടെടുപ്പുമായി തീർന്നു. അതേ സ്തോത്രം. അതുകൊണ്ട് പ്രശംസിക്കുന്നവർ കർത്താവിൽ പ്രശംസിക്കട്ടെ. ഹല്ലേലൂയ. സ്തോത്രം. ഇന്ന് രാത്രികാലം ഞാനൊരു കാര്യം പറയട്ടെ. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇന്ന് ഞാൻ ഉച്ചയ്ക്ക് വചനമൊക്കെ നോക്കിക്കൊണ്ട് ചിന്തിക്കുകയായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ചേറിനെ കഴുകാൻ പറ്റുമോ? ചേറിനെ കഴുകിയാൽ എങ്ങനെ ഇരിക്കും? ചിന്തിച്ച് നോക്കിക്കേ. ചേറ് കഴുകിയാൽ വെളുക്കുമോ? എനിക്ക് ദൈവം തന്ന ഒരു തോട്ടാണ്. ചേറ് കഴുകിയാൽ വെളുക്കത്തില്ല. എന്നാൽ ആ നാറ്റം പിടിച്ച ചേറ്റിൽ കിടന്ന നമ്മളെ, ചേറായിരുന്ന നമ്മളെ, ഹല്ലേലൂയ സ്തോത്രം, ദൈവം എത്ര അതേ ശുദ്ധീകരിച്ച് അതേ ദൈവത്തിന്റെ മക്കളും അവകാശികളുമാക്കി തീർത്ത് അതേ നിത്യരാജ്യത്തിൽ നമ്മളെ കൊണ്ടെത്തിച്ചെങ്കിൽ ഹല്ലേലൂയ ദൈവത്തിന്റെ മക്കളെ സ്തോത്രം. നമ്മൾ ബലഹീനരാണ് എന്ന് നമ്മൾ ചിന്തിക്കുമ്പോഴും പലപ്പോഴും നമ്മൾ ബലഹീനരാണെന്ന് ചിന്തിക്കുമ്പോൾ നമ്മളെ ബലപ്പെടുത്തുന്ന കർത്താവാണ് നമ്മുടെ കർത്താവ്. ഹല്ലേലൂയ സ്തോത്രം. അതെ, ആ ചങ്കിലെ ചോര ഊറ്റി നമ്മളെ വീണ്ടെടുത്തത് നമ്മൾ ചിന്തിക്കണമേ. ഹല്ലേലൂയ സ്തോത്രം. അതെ, അവിടെ ശരിക്കും ഇസ്രായേൽ മക്കള് എന്തുകൊണ്ടാണ് ആ പ്രശ്നത്തിനകത്ത് അല്ലെങ്കിൽ തങ്ങളെ കീഴ്പ്പെടുത്തിയിരിക്കുന്ന അനാക്യ മല്ലന്മാര് അല്ലെങ്കിൽ ആ കനാന്യരുടെ കീഴ്പ്പെടുത്തുവാൻ എന്താണ് കാരണം? അവരെ ഏകദേശം 200 വർഷത്തിന് മുമ്പ് അവരെ സ്തോത്രം വീണ്ടെടുത്തതാണ്. എന്നാൽ ഹല്ലേലൂയ സ്തോത്രം, അവർ പിന്നെയും മ്ലേച്ഛ വിഗ്രഹങ്ങളെ ആരാധിക്കുവാനും ദൈവത്തിന് വിരോധമായി അകൃത്യം കാണിക്കുവാനും അത് തുടങ്ങിയപ്പോഴാണ് ആർക്കേൽപ്പിച്ചു കൊടുത്തു? ഹല്ലേലൂയ സ്തോത്രം. കനാന്യർക്ക് ഏൽപ്പിച്ചു കൊടുത്തത്. കനാന്യർക്ക് അവരുടെ കയ്യിൽ അങ്ങ് വിട്ടുകൊടുത്തു. സ്തോത്രം. ഹല്ലേലൂയ സ്തോത്രം. ദൈവത്തിന് മഹത്വം. എന്നാൽ സ്തോത്രം പിന്നെയും ദൈവസന്നിധിയിൽ അവര് നിലവിളിച്ചപ്പോൾ എന്തോ ചെയ്തു? അവിടെ പ്രവാചകന്മാരെ ഒന്നുമല്ല ദൈവം ആ സമയത്താക്കിയത്. ഈ വചനം പറയുന്നതിന്റെ അതേ ഹല്ലേലൂയ 1 കൊരിന്ത്യർ 1:27 പറഞ്ഞ വചനത്തിന്റെ അടിസ്ഥാനത്തില് ദെബോര ബലഹീനമായിരുന്ന ദെബോരയെ കർത്താവ് ഏകദേശം എത്രയാണ് 900 രഥങ്ങളുള്ള അല്ലെങ്കിൽ ആ വലിയ ശക്തിയുള്ള കനാന്യരുടെ മുമ്പില് അതേ സ്തോത്രം കീഴ്പ്പെടുത്താവുന്ന സ്ഥാനത്ത് എന്തോ ചെയ്തു? ദൈവികമായ ശക്തിയും മാനുഷികമായ ശക്തിയും രണ്ടും കൂടെ ഉണ്ടായിരുന്നു അല്ലേ? സ്തോത്രം. യുദ്ധത്തിന് പുറപ്പെടുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം അതെ തൻ്റെ യുദ്ധസന്നദ്ധരായി നിങ്ങൾ പോവുക, ദൈവം നിങ്ങളുടെ കൂടെയുണ്ട്, നിങ്ങൾക്ക് വേണ്ടി ഇന്ന് ദൈവം യുദ്ധം ചെയ്യുമെന്ന് അതേ സ്തോത്രം ദെബോര പറഞ്ഞു വിടണമെങ്കിൽ ദെബോരയിൽ വ്യാപരിക്കുന്ന ആ അത്യന്ത ശക്തിയാണ് ഹല്ലേലൂയ സ്തോത്രം ആ യുദ്ധത്തിന് ബാരാക്ക് പുറപ്പെടുവാൻ കാരണമായത്. ബാരാക്കിന്
ബാരാക്കിന് വിശ്വാസമുണ്ട് എങ്കിലും ദെബോരയും കൂടെ ചെന്നെങ്കിൽ ദെബോരയിൽ വ്യാപരിക്കുന്ന അത്യന്ത ശക്തിയും കൂടെ ഉണ്ടെങ്കിൽ തൻ്റെ ജീവിതത്തിൽ അല്ലെ തൻ്റെ യുദ്ധത്തിന് പോകുമ്പോൾ ഒരു ബലമാകുമെന്ന് അതെ ദൈവം തൻ്റെ കൂടെ ഉണ്ടെന്ന് അതേ സ്തോത്രം ബാരാക്ക് വിശ്വസിച്ചു. ഹല്ലേലൂയ, സ്തോത്രം. ഇന്ന് രാത്രികാലം ഞാനൊരു കാര്യം പറയട്ടെ. നമ്മൾ ദൈവസന്നിധിയിൽ വിശ്വസ്തയോടെ നിൽക്കുകയാണെങ്കിൽ ദൈവം നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യും. ഹല്ലേലൂയ, നമുക്ക് വേണ്ടി ദൈവം എഴുന്നേൽക്കും. അതേ സ്തോത്രം. നമ്മൾ പലപ്പോഴും പല പ്രതികൂലങ്ങളിലും പല പ്രശ്നങ്ങളിലും പ്രതിസന്ധികളിലും ചിലർ പറയാം, ഓ ഞാൻ ശാപത്തിന്റെ കീഴിൽ നിന്ന് മാറുവാൻ കഴിയില്ല, ഈ രോഗത്തിന്റെ കീഴിൽ നിന്ന് ഞാൻ മാറുവാൻ കഴിയുന്നില്ല. ഹല്ലേലൂയ, സ്തോത്രം. ഇതൊരിക്കലും എനിക്കിത് ശരിയാകുമെന്ന് തോന്നില്ല, എൻ്റെ തലമുറയെ കുറിച്ച് അവര് ഒരിക്കലും അത് രക്ഷപ്പെടുമെന്ന് തോന്നില്ല, ഞാൻ ഭാരപ്പെടുന്ന ഈ വിഷയത്തിനകത്ത് എനിക്ക് ആരോടും പറയുവാനില്ല എന്ന് ഭാരപ്പെട്ട് വിഷമിക്കുന്ന ഏതെങ്കിലും മക്കളുണ്ടെങ്കിൽ ദൈവത്തിന്റെ മക്കളെ, നിങ്ങളോടൊരു കാര്യം പറയട്ടെ. അതേ സ്തോത്രം. അവിടെ അതെ അവർ യുദ്ധം ചെയ്യുവാൻ പോകുമ്പോൾ തന്നെ കിഷോൻ താഴ്വരയില് അവിടെ ശരിക്കും പറഞ്ഞാൽ അവര് നടക്കുന്ന നടപ്പിൽ തന്നെ രഥങ്ങൾ എന്തോ ചെയ്തു, ചേറിനകത്ത് മുങ്ങിപ്പോയി. ചേറിനകത്ത് പിന്നെ ഒരു സ്റ്റെപ്പ് അവർക്ക് അങ്ങോട്ട് മുന്നോട്ട് വെക്കാൻ വയ്യ. ഹല്ലേലൂയ, സ്തോത്രം. കനാന്യര് അല്ലെങ്കിൽ യുദ്ധത്തിന് വന്നവർക്ക് എന്താ സംഭവിച്ചു? അവരെല്ലാവരും അതിനകത്ത് നല്ലൊരു കൊടുങ്കാറ്റ് ദൈവം അങ്ങ് അടിപ്പിച്ചു. ഇന്ന് രാത്രികാലം ഞാനൊരു കാര്യം പറയട്ടെ. നമ്മളോട് യുദ്ധം ചെയ്യുവാൻ നമുക്ക് എതിരായി നിൽക്കുന്ന അല്ലെ ശത്രു സൈന്യത്തിന്റെ നേരെ ദൈവം ഒരു കൊടുങ്കാറ്റ് അടിച്ചു കഴിഞ്ഞാൽ, ഹല്ലേലൂയ, സ്തോത്രം, ആ കൊടുങ്കാറ്റ് അടിക്കുമ്പോൾ തന്നെ സ്തോത്രം നമുക്ക് എതിരായി വരുന്നവരുടെ മേൽ അതെ ആ മഴ പെയ്യിച്ച്, ആ സന്ദർഭത്തിൽ മഴ പെയ്യിച്ചാണ് അതെ വെള്ളമായി അവർക്ക് ചേറുകൊണ്ട് മുന്നോട്ട് വെക്കുവാൻ കഴിയാതെ അതേ സ്തോത്രം സീസർ അവിടുന്ന് ഓടിപ്പോകുവാനും അതെ യുദ്ധത്തിന് തോക്കുവാനും ദൈവം അവർക്ക് വേണ്ടി എഴുന്നേറ്റപ്പോൾ സൈന്യം ശക്തമായി ഇസ്രായേൽ മക്കള് അതെ അവിടെ ജയിക്കുവാനും പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരൊറ്റ കനാന്യരും അവിടെ ശേഷിച്ചില്ല എന്ന് നമുക്ക് അവിടെ വായിക്കുവാൻ കഴിയും. ഹല്ലേലൂയ. അതുപോലെ അവരെ നാമാവിശേഷമാക്കുവാൻ ദൈവം അവരോട് കൂടെയിരുന്നു. ഇന്ന് രാത്രികാലം ഞാൻ ഒരു കാര്യം പറയട്ടെ. ദൈവത്തിന്റെ പക്ഷത്തുള്ളവരാണെങ്കിൽ, ദൈവസന്നിധിയിൽ വിശ്വസ്തയോടെ നിൽക്കുന്ന ഒരു ദൈവ പൈതലാണെങ്കിൽ, ഹല്ലേലൂയ, ദൈവം ആഗ്രഹിക്കുന്ന വഴിയിൽ കൂടിയാണ് നമ്മൾ നടക്കുന്നതെങ്കിൽ, ഇസ്രായേൽ മക്കൾ എപ്പോഴാ പാപം ചെയ്തപ്പോൾ, അകൃത്യം ചെയ്തപ്പോഴാണ് എന്താ സംഭവിച്ചത്? അവർക്ക് ശത്രു കീഴ്പ്പെടുത്തുവാൻ ഇടയായത്, ശത്രുവിനെ വിട്ടുകൊടുത്തത് ദൈവം. ഹല്ലേലൂയ, സ്തോത്രം. എന്നാൽ ദൈവത്തെ അനുസരിച്ച് അതേ സ്തോത്രം എഫെസ്യ ലേഖനത്തില് അതെ 1-ാം അധ്യായം 4-ാമത്തെ വാക്യത്തിൽ പറയുന്നത് പോലെ വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിന് നമ്മളെ ലോക സ്ഥാപനത്തിന് മുമ്പ് അതെ വിളിച്ചു എങ്കിൽ ഇന്ന് രാത്രികാലം ഞാൻ ഒരു കാര്യം പറയട്ടെ. ദൈവസന്നിധിയിൽ വിശ്വസ്തയോടെ നിൽക്കുന്ന ഒരു ദൈവ പൈതലാണോ, നിശ്ചയമായും ദൈവം നമുക്ക് വേണ്ടി എഴുന്നേൽക്കും, ശത്രു ചിതറിപ്പോകും. ഹല്ലേലൂയ. ദൈവം നമുക്ക് അനുകൂലമാണെങ്കിൽ പ്രതികൂലമാര് അതെ ഫറവോന്യ സൈന്യം അതേ സ്തോത്രം ഇസ്രായേൽ മക്കളെ അതെ എങ്ങനെയെങ്കിലും അവരെ തകർക്കാമെന്ന് വിചാരിച്ച് മുന്നോട്ട് വന്നപ്പോൾ, ഹല്ലേലൂയ, ആ ചെങ്കടൽ കണ്ടപ്പോൾ ഇസ്രായേൽ മക്കൾ വളരെയധികം ഭാരപ്പെട്ടു. ഇവിടെ വന്ന് ഞാൻ നിങ്ങൾ മുങ്ങിച്ചാകാനായിരുന്നോ എന്ന് വിചാരിച്ചപ്പോൾ ഒരു കൊടുങ്കാറ്റടിച്ചല്ലേ. ഇവിടെ ഇവരുടെ ഈ യുദ്ധത്തിലും ഒരു കൊടുങ്കാറ്റടിച്ചു. പല കൊടുങ്കാറ്റടിക്കുമ്പോഴും നമ്മൾ ഓർക്കും, ഹല്ലേലൂയ, സ്തോത്രം, ഇത് എന്തിനാ ഈ കൊടുങ്കാറ്റടിക്കുന്നത്? നമ്മളെ തകർക്കാനാണോ? അല്ല ദൈവത്തിന്റെ മക്കളെ. ഹല്ലേലൂയ. ദൂതസഞ്ചയം നമുക്ക് വേണ്ടി എഴുന്നേൽക്കും, ദൂതസഞ്ചയം നമുക്ക് വേണ്ടി ഇറങ്ങും. ഹല്ലേലൂയ, സ്തോത്രം. എത്ര കൊടുങ്കാറ്റാണെങ്കിലും അതെ ആ കൊടുങ്കാറ്റ്, ചില കൊടുങ്കാറ്റ് നമ്മളെ അതെ സ്തോത്രം നമ്മളെ നല്ല ഒരു ചെങ്കൽ പാത ഒരുക്കാനായിരിക്കാം. ചിലത് കർത്താവ് നമ്മളെ അതെ നോഹയുടെ പെട്ടകം അരാരത്ത് പർവ്വതത്തിൽ ഉറയ്ക്കാനും ഒരു കൊടുങ്കാറ്റടിച്ചായിരുന്നു അല്ലേ. ഹല്ലേലൂയ, സ്തോത്രം. ബൈബിളിനകത്ത് ചില കൊടുങ്കാറ്റുകൾ അടിക്കുന്നത് ഹല്ലേലൂയ, സ്തോത്രം നമ്മളെ ചിലയിടത്തൊന്ന് ഉറപ്പിക്കാനോ, ചിലത് ചെങ്കൽപാതയിൽ അതെ നല്ലൊരു കൊടുങ്കാറ്റ് അടിച്ചെങ്കിൽ അത് 2 ഭിത്തിയായിട്ട് തീരത്തുള്ളൂ. അതുകൊണ്ട് ഇന്ന് രാത്രി ഞാനൊരു കാര്യം പറയട്ടെ. ചില കൊടുങ്കാറ്റടിക്കുമ്പോൾ നമ്മൾ ഓർക്കും, കർത്താവേ എല്ലാം തീർന്നു, എല്ലാം കഴിഞ്ഞു. അതേ സ്തോത്രം. ഇന്ന് ഞാനൊരു കാര്യം നിങ്ങളോട് പറയട്ടെ. എത്രയും നമ്മൾ ഭാരപ്പെടുന്നോ ആ ഭാരപ്പെടുന്ന വിഷയത്തിന്റെ മേൽ കർത്താവിനോട് പറ, ഹല്ലേലൂയ,
അത് കർത്താവ് പറയുന്നു, നിന്റെ ഭാരം എൻ്റെ മേൽ വെക്ക, ഞാൻ നിന്നെ പുലർത്താം. ഹല്ലേലൂയ. നീതിമാൻ കുലുങ്ങി പോകുവാൻ സ്വർഗം സമ്മതിക്കത്തില്ല. ഇന്ന് രാത്രികാലം ഞാൻ ഒരു കാര്യം പറയട്ടെ, നമ്മൾക്ക് വേണ്ടി അതേ സ്തോത്രം, നമ്മളെ തകർക്കാൻ വരുന്നവര് തന്നെ തോറ്റുപോകും. നമ്മളെ അതേ കഷ്ടപ്പെടുത്തുവാൻ വരുന്നവര്, നമ്മളെ ഇല്ലായ്മ ചെയ്യുവാൻ വരുന്നവര്, നമ്മള് നശിച്ചു പോകും, അല്ലെ നമ്മൾ നശിച്ചു പോയി എന്ന് അവർ വിധി എഴുതുന്ന സ്ഥാനത്ത് എവിടെ നശിച്ചു എന്ന് പറയുന്നോ, എവിടെ ഹല്ലേലൂയ അസ്തമിച്ചു എന്ന് പറയുന്നോ, അവിടെ ഒരു ഉദയത്തെ പ്രഖ്യാപിക്കുന്ന ഒരു കർത്താവാണ് നമ്മുടെ കൂടെയുള്ളത്. അതുകൊണ്ട് ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാവുന്നു. കഷ്ടങ്ങൾ ഏറ്റവും അടുത്ത തുണയായ കർത്താവ് ഇന്ന് രാത്രിയിലും നമ്മുടെ കൂടെയുണ്ട്. ഒരു സൈന്യം എൻ്റെ നേരെ പാളയം ഇറങ്ങിയാലും ഹല്ലേലൂയ നമുക്ക് ഭയപ്പെടേണ്ട കാര്യമില്ല. കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. കർത്താവ് നമ്മുടെ ദുർഗമാണ്, കർത്താവ് നമ്മുടെ ശൈലമാണ്, കർത്താവ് നമ്മുടെ കോട്ടയാണ്. അതുകൊണ്ട് ഹല്ലേലൂയ സ്തോത്രം. വചനം പിന്നെയും പറയുന്നു, അവൻ എന്നോട് പറ്റിയിരിക്കാൻ ഞാൻ അവനെ വിടുവിക്കും, അവൻ എൻ്റെ നാമത്തെ അറിയിക്കാൻ ഞാൻ അവനെ ഉയർത്തും, അവൻ എന്നെ വിളിച്ചപേക്ഷിക്കും, ഞാൻ അവന് ഉത്തരമരുളും, കഷ്ടകാലത്ത് ഞാൻ അവനോട് കൂടെയിരിക്കും. ഇന്ന് രാത്രികാലം നിങ്ങളോട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം, ദൈവസന്നിധിയിൽ വിശ്വസ്തയോടെ, നീതിയോടെ, നിഷ്കളങ്കതയോടെ, നിർമ്മലതയോടെ, നിർവ്യാജ സ്നേഹത്തോടെ, നീതിയോടെ, സത്യത്തോടാണോ ജീവിക്കുന്നത്? നിശ്ചയമായും പരിശുദ്ധാത്മാവ് നമ്മുടെ കൂടെ വസിച്ച് നമ്മൾ ഏത് ഭാരപ്പെടുന്ന വിഷയമാണോ ഹല്ലേലൂയ ആ വിഷയത്തിൻ്റെ മേൽ പരിശുദ്ധാത്മാവ് ആഴത്തിൽ ഇറങ്ങി ഹല്ലേലൂയ പ്രതിക്രിയ ചെയ്യുന്ന ഒരു നല്ല ദൈവമാണ് നമ്മുടെ കർത്താവ്. അതുകൊണ്ട് യുദ്ധം യഹോവയ്ക്കുള്ളതാണ്. ഏതെങ്കിലും വിഷയത്തിൽ ഭാരപ്പെടുന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രികാലം ദൈവകരങ്ങളിൽ നമ്മളെ സമ്പൂർണ്ണമായി താഴ്ത്തി ഏൽപ്പിക്കാം. ദൈവം നമ്മൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും എന്ന് ഇന്ന് വ്യക്തമായി കർത്താവ് ഇടപെട്ടു. ഹല്ലേലൂയ. ഏതെങ്കിലും ഭാരപ്പെടുന്ന ദൈവമക്കൾ ഉണ്ടെങ്കിൽ ഹല്ലേലൂയ, മാതാവേ, പിതാവേ, ഹല്ലേലൂയ, സഹോദരങ്ങളെ, നിങ്ങൾ ആരെങ്കിലും ഏതെങ്കിലും തരത്തിൽ കഷ്ടം അനുഭവിക്കുന്നുണ്ടെങ്കിൽ കർത്താവ് നിങ്ങളെ സൗഖ്യമാക്കുന്ന ദൈവമാണ്. രോഗിയായിട്ട് ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ഹല്ലേലൂയ, ഏതെങ്കിലും പ്രതികൂലങ്ങളോ പ്രതിസന്ധികളോ പ്രശ്നങ്ങളിലോ ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വെക്കുവാൻ കഴിയത്തില്ല എന്ന് നിങ്ങൾ ഭാരപ്പെടുന്നുണ്ടെങ്കിൽ കർത്താവ് നമുക്ക് വേണ്ടി എഴുന്നേൽക്കും. കർത്താവ് നമുക്ക് വേണ്ടി എഴുന്നേറ്റിരിക്കുകയാണ്. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം വിശ്വാസത്തോടെ ദൈവത്തോട് സ്തോത്രം ചെയ്യുമ്പോൾ വിശ്വസിക്കുന്നവരുടെ മേൽ കർത്താവിന്റെ ശക്തി വ്യാപരിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം അതേ സ്തോത്രം, ബലഹീനയായ ദെബോരെ കർത്താവ് അതേ ഒരു പ്രവാചക ഗണത്തിൽ അതേ പെടുത്തിയെങ്കിൽ ഇന്ന് രാത്രികാലം ഹല്ലേലൂയ സ്തോത്രം, ഇന്ന് എന്നെ കേൾക്കുന്ന ദൈവമക്കളെ ഹല്ലേലൂയ, ബലഹീനമായ നമ്മളെ ശക്തരാക്കുവാൻ തക്കവണ്ണം ബലമുള്ള ഒരു കർത്താവ് നമ്മുടെ കൂടെ വസിക്കുന്നുണ്ട്. ഹല്ലേലൂയ. ആ കർത്താവിൽ നമുക്ക് പൂർണ്ണമായി ആശ്രയിക്കാം. ആ കർത്താവ് നമ്മളെ ബലപ്പെടുത്തട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.